സുഖസമൃദ്ധിയോടെ ഒരു ദിവസമെങ്കിലും ജീവിക്കണമെന്ന് കരുതാത്തവർ ഉണ്ടായിരിക്കുമോ? എല്ലാവരും ആഗ്രഹിക്കുന്നത് രാജകീയമായ സുഖസൗകര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും എന്നെങ്കിലും എല്ലാവർക്കും അത് കയ്യെത്തിപ്പിടിക്കാൻ കഴിയണമെന്നില്ല. അല്ലെങ്കിൽ പാരമ്പര്യമായി ധാരാളം പണം വന്നു ചേരാനില്ലാത്തവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ അതിസമ്പന്നരായ വ്യക്തികളെ കുറിച്ചുള്ള വാർത്തകൾ ഒട്ടൊരു കൗതുകത്തോടെയാണ് എല്ലാവരും ശ്രദ്ധിക്കാറുള്ളത്. സാധാരണക്കാരനെ കല്യാണം കഴിക്കാൻ രാജകീയ പദവിയും ജീവിതവും വിട്ടു നൽകിയ ജപ്പാൻ രാജകുമാരിയുടെ വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. അതുപോലെ നമ്മുടെ പ്രവാസികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ആദരവ് നൽകുന്ന ഒരാളാണ് ദുബായ് രാജകുമാരൻ. ദുബായ് രാജകുമാരൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഏറ്റവും ആഡംബരപൂർണമായ രീതിയിൽ തന്നെയായിരിക്കും. തീർച്ചയായും ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പാരമ്പര്യമായി ലഭിച്ച എണ്ണപ്പാടങ്ങളും എണ്ണയിതര സമ്പത്തുകളും കുമിഞ്ഞുകൂടുമ്പോൾ ചിലപ്പോൾ കയ്യിലുള്ള പണം അശ്രദ്ധമായി ചിലവഴിച്ചെന്ന് വരാം. അത്തരമൊരു ദൗർബല്യം ഇവിടെ ദുബായ് രാജകുമാരനുണ്ടെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒട്ടും പിന്നിലല്ല എന്നത് അദ്ദേഹത്തിന്റെ മഹത്വത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. ലോകം തന്നെ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ദുബായ് രാജകുമാരന്റെ ജീവിത രീതി നമുക്ക് സങ്കല്പിക്കാനാവുന്നതിലും ആർഭാടമായതാണ്. ആഡംബരം എന്നാൽ ഇതൊക്കെയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുവാൻ കഴിയുമെങ്കിലും പ്രവാസികൾക്ക് എന്തോ ഇഷ്ടമാണ് ഇദ്ദേഹത്തെ. സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയങ്കരനാണ് ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നാണ് ദുബായിലെ കിരീടാവകാശിയുടെ പൂർണ്ണനാമം. സഹായിക്കാൻ ഓടിയെത്തുന്നവൻ എന്ന് അർത്ഥമുള്ള ഫസ എന്നാണ് ഷെയ്ഖ് ഹംദാന്റെ വിളിപ്പേര്. സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന ഷെയ്ഖ് ഹംദാന്റെ സഹജീവികളോടുള്ള കരുതലും നിരവധി തവണ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രശംസ നേടിയിട്ടുണ്ട്. ദുബായിയുടെ ഈ രാജകുമാരൻ ഇൻസ്റ്റാഗ്രാമിൽ ചക്രവർത്തി തന്നെയാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 10 മില്യൺ ഫോളോവേഴ്സ് ആണ് ഇദ്ദേഹത്തിനുള്ളത്. തന്റെ ആഡംബര ജീവിതം വള്ളിപ്പുള്ളി വിടാതെ രാജകുമാരൻ ഇൻസ്റ്റാഗ്രാം വഴി അറിയിച്ച് ഫോളോവേഴ്സിനെ അമ്പരപ്പിക്കാറുണ്ട്. ഇദ്ദേഹത്തിന് ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് എന്ന ഒരു മൂത്ത സഹോദരൻ ഉണ്ടെങ്കിലും 2008 പിതാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫസയെ അനന്തരാവകാശിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. മികച്ച രാജകുമാരൻ എന്നതുപോലെ തന്നെ മികച്ച ഒരു കവി കൂടിയാണ് ഇദ്ദേഹം എന്നത് ഫസയുടെ സ്വീകാര്യതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഒട്ടനവധി പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഇറങ്ങിയിട്ടുള്ളത്. സ്കൈ ഡൈവിംഗ്, കുതിരസവാരി, സൈക്ലിംഗ്, ഡൈവിംഗ് എന്നിവയൊക്കെയാണ് താല്പര്യമുള്ള വിഷയങ്ങൾ. 2015 160 കിലോമീറ്റർ കുതിരസവാരി നടത്തിയതിന് ഫസ ഗോൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഫാൽക്കണുകളോടുള്ള സ്നേഹവും എടുത്തു പറയേണ്ടതാണ്. പൊതുവെ അറബ് രാജകുടുംബങ്ങൾക്ക് ഈ പക്ഷികളോട് വളരെ അടുപ്പമാണ്. എന്ത് വില കൊടുത്തും ഫാൽക്കൺ പക്ഷികളെ സ്വന്തമാക്കാൻ രാജകുമാരൻ ശ്രമിക്കാറുണ്ട്. ഇംഗ്ലണ്ടുകാരനായ ബ്രയാൻ ക്ലോസ് എന്നയാളുടെ ഫാൽക്കൺ ബിസിനസ് ഒറ്റയടിക്ക് വാങ്ങാൻ തീരുമാനിച്ചുവെങ്കിലും $15 മില്യൺ വില പറഞ്ഞിട്ടും ബ്രയാൻ തന്റെ ബിസിനസ് വിട്ടുകളയാൻ തയ്യാറായില്ല. ഒറ്റയടിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഷെയ്ഖ് ഹംദാൻ ഇപ്പോഴും ബ്രയാന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഫാൽക്കണുകളെ വാങ്ങുന്നത്. മറ്റു കസ്റ്റമേഴ്സിനെ അപേക്ഷിച്ച് ബ്രയാൻ തന്നോടൊപ്പം മാത്രം ബിസിനസ് നടത്തണമെന്ന ഡീലാണ് ഹംദാൻ മുന്നോട്ട് വച്ചത്. ഇതുമൂലം രണ്ടുപേരും സന്തുഷ്ടരാണ്. കാരണം മണിക്കൂറിൽ 120 കിലോമീറ്റർ പറക്കാൻ കഴിവുള്ള ഫാൽക്കൺ ഹംദാന് മാത്രമാണ് സ്വന്തമായുള്ളത്. ബ്രയാനാകട്ടെ ഈ ബിസിനസ്സുകളിലൂടെ കോടികൾ സമ്പാദിക്കാനുമായി. ദുബായ് തീരദേശ നഗരമായതിനാൽ തന്നെ ജലയാത്രകൾ സർവ്വസാധാരണമാണ്. ആയതിനാൽ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഒരു കിടിലോൽക്കിടിലം യാച്ചാണ് ഹംദാന് സ്വന്തമായുള്ളത്. ഒന്നല്ല, ഒട്ടനവധി യാച്ചുകൾ തന്നെ ഫസയ്ക്ക് സ്വന്തമായുണ്ട്. $70 മില്യൺ വില മതിക്കുന്ന സ്മിറാൾഡ പോലുള്ള യാച്ചുകളും സ്വന്തമായുണ്ട്. സിൽവർ യാച്ച് എന്ന കമ്പനിയാണ് സ്മിറാൾഡ എന്ന യാച്ച് ഹംദാൻ നിർമ്മിച്ചു നൽകിയത്. 77 മീറ്റർ വലിപ്പമുള്ള ഭീമൻ യാച്ചിൽ 12 ഗസ്റ്റുകൾക്കും 24 സ്റ്റാഫുകൾക്കുമുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇതല്ല, ഇതിനേക്കാൾ വമ്പൻ ക്വാഡ്രായൽ എന്ന യാച്ചാണുള്ളത്. $180 മില്യൺ ചിലവഴിച്ചു വാങ്ങിയ കപ്പൽ 1334 കോടിയിലേറെ ഇന്ത്യൻ രൂപയാണ് വില മതിക്കുന്നത്. കപ്പലിലെ ജിം നിർമ്മിച്ചിരിക്കുന്നത് സാക്ഷാൽ ഉസൈൻ ബോൾട്ട് ആണ്. പിന്നെ സുഖസൗകര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. കൂടാതെ സ്വന്തമായി പ്രൈവറ്റ് എയർക്രാഫ്റ്റുകളുമുണ്ട്. ആരെയും വെല്ലുന്ന വളരെ അപൂർവമായ ആഡംബര കാറുകളുടെ ശേഖരം എന്നിങ്ങനെ നീളുന്നു മറ്റുള്ളവ. ഇതോടൊപ്പം തന്നെ സ്വന്തമായി ഒരു ഹോട്ടലുണ്ട് ഇദ്ദേഹത്തിന്.
അത്യാഡംബരപൂർവമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം തന്നെ. പ്രിൻസ് ഫാസയുടെ മൃഗസ്നേഹവും ഏറെ പേര് കേട്ടതാണ്. $2.7 മില്യൺ ചിലവാക്കി വാങ്ങിയ ഒട്ടകത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. 17,000 ഒട്ടകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഈ ഒട്ടകം ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാമൽ എന്ന മത്സരത്തിൽ 1ാം സമ്മാനം നേടിയിരുന്നു. എന്നാൽ ഒട്ടകങ്ങൾ മാത്രമല്ല, സ്വന്തമായുള്ള മൃഗശാല തന്നെ ഇദ്ദേഹത്തിനുണ്ട്. രാജകുമാരനായതിനാൽ തന്നെ രാജ്യത്തിന്റെ വികസനവും മുന്നിൽ കാണുന്നുണ്ട്. സ്വന്തമായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമല്ല, ഒരു വെബ്സൈറ്റും രാജകുമാരന് സ്വന്തമായുണ്ട്. ഹംദാനി എന്നറിയപ്പെടുന്ന ഈ വെബ്സൈറ്റിൽ ഭരണകൂടത്തെക്കുറിച്ചുള്ള പരാതികൾ ആർക്കും സമർപ്പിക്കാവുന്നതാണ്. ഭരണകാര്യങ്ങളിലും ഇദ്ദേഹം മിടുക്കനാണെന്നതിന്റെ തെളിവാണിത്. രാജ്യത്തിന്റെ വികസനം, ടൂറിസം എന്നിവയിലെല്ലാം രാജകുമാരന്റെ പ്രത്യേക ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. ദുബായിൽ നിരവധി 5 സ്റ്റാർ ഹോട്ടലുകളും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. നിരവധി ദ്വീപുകളുടെ സമൂഹമായ പാം ജുമൈറ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹര കാഴ്ചയാണ്. ഇതിനു പുറമെ $12 മില്യൺ വില വരുന്ന ഹോട്ടൽ ഇന്ന് ഭൂമിയിൽ അറിയപ്പെടുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്നു. സോളിഡ് ഗോൾഡ് റോൾസ് റോയ്സ് ആണ് കാറുകളുടെ ശേഖരത്തിൽ എടുത്തു പറയേണ്ടവ. ഇതിനു പുറമെ ഒരു ഗോൾഡൻ ലംബോർഗിനിയും രാജകുമാരന് സ്വന്തമായുണ്ട്. അതെ, എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു രാജകുമാരൻ തന്നെയാണ് ദുബായ് രാജകുമാരൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.